എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നത്തെ നമ്മളെ റെസിപ്പി വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് സവാള, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മളിതിൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. ഞാൻ വളരെ എരിവ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഒരു 200 ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തത്. ഇനി വെണ്ടയ്ക്കയുടെ ആ കൊഴുപ്പ് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് അതിൻ്റെ ആ കൊഴുപ്പ് ഇല്ലാതെയാവും. വെണ്ടയ്ക്ക് നല്ല കൊഴുപ്പൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അതൊരു ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ എരിവ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് എരിവ് ഇരിക്കുന്നതായിരിക്കും ഈ കറിക്ക് സ്വാദുണ്ടാവുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയാണ്. അതും ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ പെരിഞ്ജീരകപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ജീരകം അരയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് പുളിവെള്ളമാണ്. ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പുളി വേവും വേണം, വെണ്ടയ്ക്കയിലൊക്കെ നന്നായിട്ട് പിടിക്കുകയും വേണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പുളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കുകയാണ്. ഒരു അരമുറി തേങ്ങേൻ്റെ പകുതി അത്ര എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് അരച്ചതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പെരിഞ്ജീരകപ്പൊടി ഇല്ലെങ്കിൽ പെരിഞ്ജീരകം ചേർക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ പെരിഞ്ജീരകം തേങ്ങയുടെ കൂടെ അരച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എത്ര ആവശ്യത്തിന് വെള്ളം വേണോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ, എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് തിളയ്ക്കാൻ വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായി തിളച്ച് വന്നു. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ശരിക്കും ഒരു മീൻ കറിയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്